മുഹമ്മദ് റിയാസിന് ശേഷം എത്തുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ്. മുഹമ്മദ് ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വവും സൂചിപ്പിക്കുന്ന പോലെ അല്പം വ്യത്യസ്തമായിരുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കയറ്റുക എന്നത് കൊച്ചി മണ്ഡലത്തിൽ സാധ്യമാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. അവിടെ മിന്നുന്ന വിജയം നേടിയ മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് ഷിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആദ്യ മത്സരമായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ വിജയിക്കുന്നു. നിലവിൽ DCC എറണാകുളം DCCയുടെ പ്രസിഡന്റാണ്. മുൻ KSU സംസ്ഥാന ട്രഷറർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നിങ്ങനെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് VD സതീശന് ഏറ്റവും തൽപരനായ നേതാവ് കൂടിയാണ് മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് ഷിയാസ് 8188 വോട്ടുകളുടെ മാർജിനിൽ ആണ് കൊച്ചിയിൽ നിന്ന് വിജയിച്ച് കയറുകയും ചെയ്തത്. ശ്രീ TO മോഹനൻ. കണ്ണൂരിൽ നിന്നുള്ള TO മോഹനൻ ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് TO മോഹനൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. TO മോഹനും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ മന്ത്രിയെ ആണ് പരാജയപ്പെടുത്തിയത്. 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കണ്ണൂർ കോർപ്പറേഷൻ മേയർ എന്ന അനുഭവ സമ്പത്ത്, DCC ജനറൽ സെക്രട്ടറി, KPCC അംഗം, നഗരസഭാ വൈസ് ചെയർമാൻ, കോർപ്പറേഷൻ സ്ഥിര സമിതി അധ്യക്ഷൻ എന്നിങ്ങനെയുള്ള പ്രവൃത്തി പരിചയം ഇതാണ് TO മോഹന് കരുത്താകുന്നത്. ആദ്യ ജയം ആണ് TO മോഹനൻ്റേത്. അടുത്തതായി AC മൊയ്തീൻ ആണ്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള AC മൊയ്തീൻ ആണ് സത്യവാചകം ചൊല്ലേണ്ടത്. ശ്രീ AC മൊയ്തീൻ. AC മൊയ്തീൻ എന്ന ഞാൻ നിയമസഭയിലൊരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 5ാം തവണയാണ് നിയമസഭയിലേക്ക് AC മൊയ്തീൻ എത്തുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് 2004-2006 വർഷങ്ങളിൽ വടക്കാഞ്ചേരിയിൽ നിന്നും 2014-21 കുന്നംകുളത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള AC മൊയ്തീൻ്റെ 5ാം ജയം. നേരത്തെ മന്ത്രിയായും ചുമതലയേറ്റിരുന്ന AC മൊയ്തീൻ ഇത്തവണ 4,563 വോട്ടുകൾക്ക് കുന്നംകുളത്ത് നിന്ന് വിജയിച്ചു കയറി. അങ്ങനെ ഒരിക്കൽ കൂടി AC മൊയ്തീൻ MLA ആയി സത്യവാചകം ചൊല്ലുന്നു. തിരൂരിൽ നിന്നുള്ള കുറുക്കോളി മൊയ്തീൻ ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. കുറുക്കോളി മൊയ്തീൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും എൻ്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ ആണ് ഇപ്പോൾ തിരൂരിൽ നിന്നുള്ള കുറുക്കോളി മൊയ്തീൻ സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമത്തെ ജയമാണ്. നിരവധി തവണ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, അത് പക്ഷേ MLA എന്ന നിലയിലല്ല, ജില്ലാ പഞ്ചായത്തിലേക്ക്, താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ സഹകരണ ബാങ്കിലേക്കൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ വി അബ്ദുറഹ്മാനെയാണ് പരാജയപ്പെടുത്തിയത് എന്നതാണ്. അതും തിരൂരിൽ നിന്ന്. അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ 24,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. മന്ത്രി കൂടിയായിട്ടുള്ള മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ അത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫാണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2008-ലും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മോൻസ് ജോസഫ് ഇപ്പോഴിതാ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. മോൻസ് ജോസഫ് 1996 മുതൽ മത്സരരംഗത്തുണ്ട്. കടുത്തുരുത്തിയിൽ ഇത്തവണ മികച്ച ഭൂരിപക്ഷം 31,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരള കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കയറി മന്ത്രിസ്ഥാനത്ത് കൂടി എത്തിയിരിക്കുന്ന മോൻസ് ജോസഫാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. അടുത്തതായി മുഹമ്മദ് മുഹസിനാണ് സത്യവാചകം ചൊല്ലുന്നത്. ശ്രീ മുഹമ്മദ് മുഹസിൻ. പട്ടാമ്പിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുഹസിൻ CPI-യുടെ അംഗം കൂടിയായ മുഹമ്മദ് മുഹസിൻ തുടർച്ചയായ വിജയത്തോടുകൂടിയാണ് ഇത്തവണ MLA പദവിയിലേക്ക് എത്തുന്നത്. മുഹമ്മദ് മുഹസിൻ ആണ് സത്യവാചകം ചൊല്ലുന്നത്. മുഹമ്മദ് മുഹസിൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടന ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം ആണ് പട്ടാമ്പിയിൽ നിന്നുള്ള CPI-യുടെ MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹസിൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 40 വയസ്സുള്ള മുഹമ്മദ് മുഹസിൻ ഇതിനോടകം 3-ാം തവണയാണ് വിജയിച്ച് കയറുന്നത് എന്നതാണ്. ഭൂരിപക്ഷം 17,000-ൽ നിന്ന് 9,442-ലേക്ക് കുറഞ്ഞു എങ്കിലും ശക്തമായ മത്സരം നടന്ന പട്ടാമ്പിയിൽ ഇത്തവണയും മുഹമ്മദ് മുഹസിൻ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അടുത്തതായി K മുരളീധരൻ ആണ്. മന്ത്രി കൂടിയായിട്ടുള്ള K മുരളീധരനാണ് സത്യവാചകം ചൊല്ലുന്നത്. പട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചുപിടിച്ച് മന്ത്രി കസേരയിലേക്ക് എത്തിയിട്ടുള്ള K മുരളീധരൻ ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. I, K. Muralidharan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. മന്ത്രിസഭയിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലിയിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം MLA ആയും ഇംഗ്ലീഷിൽ തന്നെയാണ് സത്യവാചകം ചൊല്ലുന്നത്. 2011-ലും 2016-ലും വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചു കയറിയ
മുരളീധരൻ ഇത്തവണ VK പ്രശാന്ത്, R ശ്രീലേഖ ഈ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ മന്ത്രിസ്ഥാനം കൂടി ആരോഗ്യമന്ത്രി കൂടിയായ K മുരളീധരൻ ആണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.